ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് മുംബൈയിൽ നിന്ന് സാംഗ്ലി വരെ ഒരു റൈഡ് ചെയ്യാണ്. അപ്പോൾ ഈ റൈഡിന് വേറെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മുടെ ബെൻലി TRK വാങ്ങിയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു ലോങ് റൈഡ് വീഡിയോ കൂടിയാണിത്. ഇതിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് അധികം റൈഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാനോ വീഡിയോ ഇടാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പൻവേല് ക്രോസ് ചെയ്തിട്ടുണ്ട്. മുന്നിലുള്ള സ്കൂട്ടറുകാരൻ കാണിക്കുന്നതാണ് നല്ല രസം. അപ്പൊ നിങ്ങളിപ്പോ ഈ കാണുന്ന ഹിമാലയൻ 450 നമ്മുടെ ഒപ്പം റൈഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഒരു KL രജിസ്റ്റേർഡ് ഹിമാലയൻ 450 ആണ്. സോ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ മാരേജ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാംഗ്ലിയിലാണ് മാരേജ് നടക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഈ റോഡ് ഒരുവിധം എല്ലാ മുംബൈക്കാർക്കും നന്നായിട്ട് അറിയുന്ന ഒരു റോഡായിരിക്കും. ഇത് നമ്മുടെ മുംബൈ ലോണാവാല ഹൈവേ ആണ്. ഇറ്റ്സ് ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ. ലൈക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരുവിധം എല്ലാ ബൈക്കേഴ്സിൻ്റെയും സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ റോഡ്. അപ്പോൾ എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് റോഡ്സ് യു ക്യാൻ റൈഡ് ഓൺ സൺഡേസ് ഫ്രം മുംബൈ. മുന്നിൽ പോകുന്നത് ഒരു BMW 1250 GS ആണ്. അവരൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവരെല്ലാവരും ഇപ്പം നമ്മളെ ജസ്റ്റ് ക്രോസ് ചെയ്ത് പോയി. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ലോണാവാല ഘാട്ട് ഏരിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇനി ഒരു 20-25 മിനിറ്റ്സിൽ നമ്മൾ ലോണാവാല എത്തും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക് ലോണാവാല അല്ലാന്നുണ്ടെങ്കിൽ പൂനെയുടെ ഇൻ ബിറ്റ്വീൻ എടുക്കാന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ രാവിലെ അറൗണ്ട് ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ ട്രാവല്. ഇതുവരെ നമ്മൾ ബ്രേക്ക് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ റൈഡ് നമ്മൾ ആക്ച്വലി ഒറ്റയ്ക്കല്ലതേ, ഒരാൾ കൂടി ഉണ്ട്. നമ്മുടെ പില്ലിയനായിട്ട് എൻ്റെ വൈഫ് തന്നെയാണ്. അപ്പോൾ യൂഷ്വലി അവൾ ഒരുവിധം എല്ലാ റൈഡ്സിനും എൻ്റെ ഒപ്പം വരാറുണ്ട് പില്ലിയനായിട്ട്. പിന്നെ നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു ഹിമാലയൻ 450 ആണ്. അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രദർ തന്നെയാണ് വരുന്നത്. ആക്ച്വലി എല്ലാവരും നല്ലോണം വിശന്നിരിക്കുകയാണ്. അതാണ് നിർത്താനുള്ള എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ലോണാവാലയ്ക്ക് കയറി, ഘാട്ട് ഏരിയ കഴിഞ്ഞു. നമ്മളിപ്പോൾ ലോണാവാല ടൗണിലേക്ക് മെല്ലെ കയറാൻ പോവുകയാണ്. ഈ സൈഡിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ആക്ച്വലി മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ ആണ്. അപ്പോൾ ഇതിൽ ബൈക്ക് അലൗഡ് അല്ല. നോർമലി നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ നല്ല റോഡിലും ബൈക്ക് അലൗഡ് അല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും ബൈക്ക് അലൗഡ് അല്ല. ഇവിടെ ബൈക്ക് അലൗഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് 2 hours ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ലോണാവാല സിറ്റിയിലേക്ക് കയറാനായിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ റോഡ്. ഒരുവിധം മുംബൈ സൈഡിലുള്ള എല്ലാ റൈഡേഴ്സും ഈ റൂട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം അതിൻ്റെ ഒരു ഭംഗി തന്നെയാണ്. നമ്മുടെ ഒരാഴ്ച നമ്മൾ ഓഫീസിൽ അത്രയും സ്ട്രെസ്സായി വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സൺഡേ രാവിലെ ഇതേപോലെ ഒരു എംടി റോഡും ഇത്രയും നല്ലൊരു സൺറൈസൊക്കെ കിട്ടുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആക്ച്വലി നമ്മളിപ്പോൾ ജസ്റ്റ് ലെഫ്റ്റിൽ ക്രോസ് ചെയ്തൊരു വഴിയുണ്ട്. അതാണ് നമ്മുടെ രാജ്മച്ചി ഓഫ് റോഡ് ട്രയൽസിലേക്കുള്ള വഴി. അവിടെ നിന്ന് ഒരു 20-25 മിനിറ്റ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രയൽസ് സ്റ്റാർട്ടാവും. അവിടെ നിന്ന് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയൊരു ഫീസ് അടയ്ക്കാനുണ്ട്. ഇത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് എടുത്തിട്ട് മേലെ വരെ പോകും. ഞാൻ ലാസ്റ്റ് മൺസൂണിന് ആ ട്രയൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ ഹിമാലയൻ 411 വെച്ചിട്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ലൈൻ നമ്മുടെ ലോണാവാല പൂനെ ലോണാവാല റൂട്ടാണ്. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നെല്ലാം മുംബൈയിലേക്ക് വരുമ്പോഴുള്ള റൂട്ടാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇതേ ലോണാവാല സിറ്റി എല്ലാം ക്രോസ് ചെയ്തു. നല്ല ട്രാഫിക് ആയിരുന്നു, അതുകൊണ്ട് അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ആക്ച്വലി ഫുഡും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അവിടുന്ന് ലോണാവാലയിൽ നിന്ന് കഴിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഭയങ്കര ട്രാഫിക് ആയിരുന്നു, അതുകൊണ്ട് മെല്ലെ സിറ്റിയിൽ നിർത്താതെ നമ്മളിങ്ങനെ പോന്നു. നിങ്ങൾക്ക് കാണാം സൺറൈസ്. എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞത് വെറും വാക്കല്ല. നിങ്ങൾക്ക് തന്നെ കാണാം ഹൗ ബ്യൂട്ടിഫുൾ ദ റോഡ് ഈസ്. നമ്മളിപ്പോൾ ഏകദേശം കാംഷേട്ട് എത്താനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഭയങ്കര ഈ അഡ്വഞ്ചർ സ്പോർട്സിനൊക്കെ ഭയങ്കര പേരായിട്ടൊരു സ്ഥലമാണ്. പാരാഗ്ലൈഡിങ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഇവിടെ. ഒരുപാട് റിസോർട്ട്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നേരെ കാണാം പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ട് അവിടെ. നമ്മൾ ലാസ്റ്റ് ഇയർ ഒരു റിസോർട്ടും ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ കാംഷേട്ടിൽ. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് പൂനെ സിറ്റി എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കാംഷേട്ട് കഴിഞ്ഞ ഉടനെ ചെറിയൊരു ഹോട്ടലിൽ. അപ്പോൾ ഗോപ്രോയുടെ ബാറ്ററി ട്രെയിൻ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് നേരം. അപ്പോൾ ഇവിടെ നമുക്ക് പൂനെയിൽ കുറച്ച് പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഇനി നമ്മളെ റൈഡ്
കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നമ്മളെ പൂനെത്തെ വർക്കെല്ലാം തീർത്തു. നമ്മൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ് വീണ്ടും. ഇപ്പോൾ വീണ്ടും നമ്മൾ ഹൈവേയിൽ എത്തേണ്ടി മുന്നിൽ കാണുന്നതാണ് ആക്ച്വലി ന്യൂ കാട്രാജ് ടണൽ. ഇതരാണ്ട് ഒരു 1.6 കിലോമീറ്റേഴ്സ് ലെങ്ത്തുള്ളൊരു ടണലാണ്. 2015 വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 2018 ഓപ്പൺ ആയൊരു ടണലാണിത്. അറൗണ്ട് 1 hourൻ്റെ ഒരു ട്രാവൽ ഡിസ്റ്റൻസ് ഈ ഒരു ഒറ്റ ടണൽ വന്നതിന് ശേഷം നമുക്ക് കുറഞ്ഞിട്ടുണ്ട് ഈ റൂട്ടിൽ. മുന്നേ നമ്മൾ ഈ മൊത്തം കാട്രാജ് ഹിൽസ് കയറി ഇറങ്ങി കാട്ടേരിയ മൊത്തം കവർ ചെയ്തിട്ട് വേണമായിരുന്നു നമുക്ക് സത്താര സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം മൺസൂൺ സമയത്ത് ലാൻഡ് സ്ലൈഡ്സ്, റോഡ്സിൻ്റെ പ്രശ്നം, ഇതെല്ലാം ഒരുപാട് കുറഞ്ഞു ഈ ഒരൊറ്റ ടണൽ വന്നതിന് ശേഷം. കാരണം ഇപ്പോൾ ലോണാവാലയിൽ നിന്ന് നമുക്ക് പൂനെ എത്താൻ വേണ്ടിയിട്ട് അറൗണ്ട് ഒരു 45-50 മിനിറ്റ്സിൽ നമുക്ക് സുഖമായിട്ട് പൂനെ കവർ ചെയ്യാൻ പറ്റും ഈ ഒരു ടണൽ വന്നതിന് ശേഷം. അപ്പോൾ എന്താ പറയുക, വളരെ നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു ഈ ഒരു ടണൽ ഈ റോഡിൽ വന്നത്. അങ്ങനെ നമ്മളിപ്പോൾ സത്താരയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ മൊത്തം പൂനെയിൽ നിന്ന് അറൗണ്ട് 115 കിലോമീറ്റേഴ്സ് ആണ് സത്താര വരെ ഉള്ളത് നമുക്ക്. അവിടുന്ന് സത്താരയിൽ നിന്ന് അറൗണ്ട് ഒരു 125 കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് സാംഗ്ലി വരെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് മൊത്തമായിട്ട് ഹൈവേ അല്ല. നമുക്ക് സത്താര കഴിഞ്ഞ് നമ്മൾ 2 റൂട്ടുണ്ട് ആക്ച്വലി. നമ്മൾ ഇന്ന് ചൂസ് ചെയ്യുന്നത് കരാട് വഴിയുള്ള ഒരു റൂട്ടാണ്. അത് ഹൈവേ തന്നെയാണ്, പക്ഷെ ഹൈവേയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലൂടെ ഒരു റോഡിലൂടെ നമുക്ക് പോകേണ്ടി വരും. ചെറിയൊരു റോഡുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. നമ്മളിപ്പോൾ കരാടെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ സാംഗ്ലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ആണ്, നമ്മളെ സഹ്യാദ്രി മൗണ്ടൻ റേഞ്ചാണ്. അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു ഘാട്ട് ഏരിയ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ റോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര അടിപൊളിയാണ് മഹാരാഷ്ട്രത്തെ റോഡുകളെല്ലാം. നമ്മളെ കേരളത്തിൽ മറ്റേ സിംഗിൾ ലൈൻ റോഡ്, ഡിവൈഡർ ഇല്ലാത്ത റോഡിൽ വണ്ടി ഓടിച്ച് ശീലമായിട്ട് ഇവിടെ വന്ന് ഇങ്ങനത്തെ റോഡ് കാണുന്ന സമയത്തുണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് പാരഡൈസ്. പിന്നെ പറയാനുള്ളൊരു കാര്യം, എപ്പോഴെങ്കിലും ഒരു മഹാരാഷ്ട്ര വിസിറ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇൻ മൺസൂൺ, ഇറ്റ്സ് ലൈക്ക് എ മസ്റ്റ് ട്രൈ ഐ വിൽ സേ. ഞാൻ ഇവിടെ മഹാരാഷ്ട്രയിലേക്ക് അല്ലെങ്കിൽ മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, കേരള ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് യു ക്യാൻ എവർ വിസിറ്റ്. അത് ഞാൻ മാറ്റി പറഞ്ഞു തുടങ്ങിയത് മഹാരാഷ്ട്ര ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. അതിനുശേഷം ഞാൻ എല്ലാവരോടും പറയാം, കേരള ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് യു ക്യാൻ വിസിറ്റ്. ആക്ച്വലി മൺസൂണിൽ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് പാരഡൈസ്. എവിടെ നോക്കിയാലും ഗ്രീനറി, ഇറ്റ്സ് ലൈക്ക് ലോട്ട് ഓഫ് വാട്ടർ ഫാൾസ്. ഭയങ്കര ഭംഗിയാണ് മഹാരാഷ്ട്ര മൺസൂണിൽ കാണാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ലാസ്റ്റ് മൺസൂണിലും ഈ ഒരു റൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായി തുടങ്ങിയിട്ട് മിക്കവാറും നമ്മളിപ്പോൾ വണ്ടി ഒന്ന് നിർത്തും. ഇപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലഗേജ് സെറ്റപ്പ്. ഒരു ഫോട്ടോ എടുത്തേക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടീൻ്റെ ലഗേജ് സെറ്റപ്പ്. നമ്മളിപ്പോൾ വയറ്റാരയുടെ ലേ സീരീസ് സാഡിൽ ബാഗ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊരു 45 ലിറ്ററിൻ്റെ ടോപ്പ് ബോക്സ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഒരു 4 ദിവസത്തേക്കുള്ള മൊത്തം റൈഡിൻ്റെ എല്ലാ സാധനവും നമ്മൾ അതിലാണ് കവർ ചെയ്തേക്കുന്നത്. ഇതേ വരുന്നു നമ്മുടെ 2 എണ്ണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെല്ലാം ശേഷം സാംഗ്ലിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഈ റോഡ് കാണുന്നുണ്ടോ നിങ്ങൾ? 2 സൈഡും പാടാണ്. ഇത് നമ്മുടെ ഹൈവേയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് സാംഗ്ലി ഹൈവേയിലേക്ക് കട്ട് ചെയ്യുന്ന ഒരു റോഡാണ്. അറൗണ്ട് 15-20 കിലോമീറ്റേഴ്സ് ഇതേപോലത്തെ ഒരു സ്ട്രെച്ചാണ്. നമ്മളിപ്പോൾ അറൗണ്ട് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഇപ്പം നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. 2 സൈഡും ഷുഗർ കെയിൻ്റെ പാടം. അത് കഴിഞ്ഞാൽ കുറച്ച് ദൂരം വാഴ കാണാം, പിന്നെ കുറച്ച് ദൂരം തെങ്ങ് കാണാം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 സ്ഥലത്ത് ഞങ്ങൾ മുന്തിരി കണ്ടു. അപ്പം മൊത്തം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതേപോലെ
അഗ്രികൾച്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എനിക്ക് തോന്നുന്നുണ്ട് ഈ ഭാഗത്തെല്ലാം അഗ്രികൾച്ചർ ആണ് എന്നുള്ളത്. പിന്നെ കുറേ സ്ഥലത്ത് നമ്മൾ കാളവണ്ടി കിട്ടും കേട്ടോ ഇപ്പോഴും. അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തൊരു കാര്യം. കാരണം നമ്മൾ ഇത്രയും അഡ്വാൻസ് ആയ ഒരു ടൈമിലും നമ്മളിപ്പോൾ മഹാരാഷ്ട്രൻ്റെ ഇതേപോലുള്ള ഉള്ളിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഇതേപോലെ കാളവണ്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കാളവണ്ടികൾ ഇതെല്ലാം മറ്റേ കരിമ്പ് കൊണ്ടുപോവുകയാണ്. കരിമ്പ് പാടത്തുനിന്ന് വെട്ടിയെടുത്തതിന് ശേഷം അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറേ നേരമായി നമ്മൾ ഒരുപാട് ഒരു 10-20 ഇതേപോലത്തെ കാളവണ്ടികൾ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക് മൊത്തം. അപ്പം നമ്മളിപ്പോൾ ഏകദേശം സാധനങ്ങൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ഒരു ട്രാക്ടർ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി അവിടെ എത്തിയതിന് ശേഷം നമുക്ക് കാണാം. ഹലോ, അപ്പോൾ നമ്മൾ നമ്മുടെ റിട്ടേൺ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു 2 ദിവസം ഒന്നും റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല, ഫുള്ള് തിരക്കായിരുന്നു. നമ്മൾ എത്തി അന്ന് വൈകുന്നേരം ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ മുതലേ കല്യാണം പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ ഫുള്ള് ബിസി ആയിരുന്നു. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മളിതേ ജസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റൈഡ് സ്റ്റാർട്ട് ചെയ്തതല്ല, നമ്മളിപ്പോൾ ആക്ച്വലി സത്താർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 6 മണി ആവുന്നതേ ഉള്ളൂ. നമുക്കൊരു 10 മണി 11 മണിയാകുമ്പോഴേക്കും നമ്മൾ മുംബൈ എത്തുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. സത്താര നമ്മൾ ക്രോസ് ചെയ്തു. ഇനി എന്തായാലും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാം. സോ ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട സെയിം ടണൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെറുതായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടാവും വണ്ടി ഫ്രണ്ട് വല്ലാതെ ബൗൺസ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ വണ്ടിയുടെ മോണോ ഷോക്ക് സസ്പെൻഷന് റിയർ സസ്പെൻഷന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഓയില് ലീക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹാർഡിലായിരുന്നു, സെറ്റിങ്സിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടി ഭയങ്കരമായിട്ട് സോഫ്റ്റായി, സസ്പെൻഷൻ ഭയങ്കരമായിട്ട് ബൗൺസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒരു മണിക്കൂറിൽ പൂനെ എത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ്ലി സ്റ്റോപ്സ് ഒന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ്ലി മുംബൈ എത്തിയിട്ട് നിർത്താനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി വേറെ വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 11 മണിയാകുമ്പോഴേക്കും മുംബൈ പിടിക്കണം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വിൽ കം ബാക്ക് വിത്ത് സംതിങ് ഇൻട്രസ്റ്റിംഗ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഒരുപാട് വീഡിയോസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു നല്ല വീഡിയോ ആയിട്ട് വിൽ കം ബാക്ക് അറ്റ് ദ ഏർലിയസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.